പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ട്യൂൺ വെച്ച് എഴുതാൻ ഇഷ്ടമില്ലാത്തതാണ് ഞാൻ പാട്ട് എഴുതി നിർത്തിയെന്ന്. തെറ്റാണത്, അങ്ങനെയല്ല. കാരണം എൻ്റെ ഹിറ്റ് പാട്ടുകളിൽ പകുതി ട്യൂൺ വെച്ച് എഴുതുക. ഒരു എക്സാമ്പിൾ പറയാം സർ, ഏതാണ് കംഫർട്ട്? ഞാൻ പറയാം, സലീൽ ചൗധരിയുടെ എല്ലാ പാട്ടുകളും ട്യൂൺ വെച്ച് എഴുതുക. കാരണം സലീൽ ചൗധരിക്ക് മലയാളം അറിയില്ല. അപ്പം സലീൽ ചൗധരി ഞാനും കൂടെ ചെയ്ത പാട്ടിൽ ഏത് പാട്ടാണ് ഹിറ്റാവാത്തത്? മലർക്കോട് പോലെ ഹിറ്റല്ലേ, പൂവിളി പൂവിളി പൊന്നോണമ ഹിറ്റല്ലേ. അപ്പോൾ പിന്നെ രാപ്പാടി പാടുന്ന രാഗങ്ങൾ ഹിറ്റല്ലേ. പിന്നെ ഒരു മുഖം മാത്രം കണ്ണിൽ ഹിറ്റല്ലേ. ശ്രീപദം പറയുന്ന സരസീരുഹത്തിൽ ട്യൂൺ വെച്ച് എഴുതുക. എത്ര പ്രയാസം നിങ്ങൾ ആ പാട്ട് കേട്ട് നോക്കണം. ശ്രീപദം പറയുന്ന സരസീരുഹത്തിൽ ട്യൂൺ വെച്ച് എഴുതുകയാണ്. അദ്ദേഹം ട്യൂൺ ട്യൂൺ പാടുമ്പോൾ സരിത പറഞ്ഞു, തമ്പി വളരെ ഡിഫിക്കൽട്ടാണ്, വളരെ ടഫ് ട്യൂണാണ്, യു ട്രൈ, വെരി ഡിഫിക്കൽട്ട്. പല റൈറ്റേഴ്സും വേണ്ടെന്ന് വെച്ചതാണ്. ഹിന്ദിയിൽ തന്നെ പല റൈറ്റേഴ്സ് വേണ്ടെന്ന് വെച്ച ഈ ട്യൂണ്, പഴയ ട്യൂണായത്. യു ട്രൈ എന്ന് പറഞ്ഞു. ഞാൻ ആദ്യത്തെ ഒറ്റ വരി ആദ്യ സ്റ്റെപ്പിൽ എഴുതിയത്. സർ, ഇത് രണ്ടും സർ ഒരുപാട് പരിചയം. അതെന്താ, എനിക്ക് സംഗീതം അറിയാം. എൻ്റെ മനസ്സിൽ സംഗീതമുണ്ട്. ഞാൻ വലിയ ശാസ്ത്രീയ സംഗീത വിശാരദനൊന്നുമല്ല, പക്ഷേ എൻ്റെ മനസ്സിൽ സംഗീതമുണ്ട്, എനിക്ക് താളബോധമുണ്ട്, സംഗീതം എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് എനിക്ക് ഒരു ട്യൂൺ കേട്ട് എഴുതാൻ ഒരു ബുദ്ധിമുട്ടുമല്ല. പക്ഷേ ഞാൻ എതിർത്തിട്ടുണ്ട്. എപ്പോഴും എതിർത്തെന്ന് പറഞ്ഞാൽ, സരിതയുടെ ഇതിന് പറഞ്ഞിട്ടില്ല. കാനുഘോഷ് ഇപ്പോൾ എനിക്ക് 30 വയസ്സുള്ളപ്പോൾ ഞാൻ ട്യൂൺ വെച്ച് എഴുതി. അതാണ് നിൻപദങ്ങളിൽ നൃത്തമാടിടും എൻ്റെ സ്വപ്നജാലം. അത് കാനുഘോഷാണ്. കാനുഘോഷ് സരിതയുടെ അസോസിയേറ്റാണ്, സലീൽ ചൗധരിയുടെ അസോസിയേറ്റാണ്. അപ്പോൾ അദ്ദേഹം മലയാളം അറിയില്ല. അദ്ദേഹം അത് ട്യൂൺ തന്നു, ഞാൻ ഇത് അപ്പോൾ ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ സലിതായോ കാനുഘോഷോ വേദപാലം ഏഴിലമ്പാല പൂത്തു ട്യൂൺ വെച്ച് ചെയ്തതല്ലേ. വേദപാലം എനിക്ക് മലയാളം അറിയില്ല. ഏഴിലമ്പാല പൂത്തു പൂമരം കൂടെ പിടിച്ചു ട്യൂൺ വെച്ച് ചെയ്തതാണ്.